എവരിവൺ, ഷെയറിംഗ് നോളജിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേഡിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റിൽ എങ്ങനെയാണ് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ അത് മൈക്രോസോഫ്റ്റ് വേഡിൽ എവിടെയാണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുമാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേഡ് ഓഫീസ് യൂസിന് വേണ്ടി ആദ്യമായി ഉപയോഗിക്കുന്നവർക്കും അതുപോലെ ആദ്യമായി ഇത് പഠിക്കുന്നവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈ വിൻഡോയിലെ നമുക്ക് ഫസ്റ്റ് ടാബ് ഹോം റിബൺ എന്ന ഫസ്റ്റ് ടാബിനുള്ളിലെ ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിലെ കാര്യങ്ങളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എക്സാമ്പിളിലൂടെ വളരെ വിശദമായിട്ട് ഇത് ഓരോന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. നമുക്ക് ആദ്യം ഫോണ്ട് ഫേസ് നമുക്ക് എങ്ങനെയാണ് ഫോണ്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഡ് ആണെങ്കിലും അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ ഡോക്യുമെന്റ് ആണെങ്കിലും അത് ഫോണ്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വാക്കാണോ അല്ലെങ്കിൽ ഏത് സെന്റൻസ് ആണോ നമുക്ക് ഫോണ്ട് അപ്ലൈ ചെയ്യാനുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഹോം എന്ന ടാബിനുള്ളിലെ ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ളിൽ ഇത് കണ്ടു ഇവിടെ ഓൾറെഡി ഇവിടെ ഉള്ള വേർഡ് കാലിബ്രി ബോഡി എന്നുള്ള ഒരു ഫോണ്ട് ഫേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഏരിയൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഏരിയൽ എന്ന ഫോണ്ട് ഫേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏരിയൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആ ഒരു ഇതിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാം ഫോണ്ട് ഫേസ്. അതുപോലെ നമുക്ക് നോക്കി ഈ സ്ക്രോൾ ബാർ മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഫോണ്ട് ഫേസ് ഇവിടെ അവൈലബിൾ ആണ്. ഏരിയൽ ബ്ലാക്ക് ആണ് കൊടുക്കുന്നതെങ്കിലോ കണ്ടോ തിക്കായിട്ട് നമ്മുടെ ഫോണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോണ്ട് ഫേസ് നമ്മുടെ ഡോക്യുമെന്റിൽ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ബോൾഡ് എന്ന ഫോർമാറ്റിംഗ് എങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോണ്ട് എന്ന സബ് ടാബിനുള്ളിൽ ഹോം മെനുവിലെ ഫോണ്ട് എന്ന സബ് ടാബിനുള്ളിൽ ബി എന്ന് എഴുതിയിരിക്കുന്ന ഈ ലെറ്റർ അതാണ് ബോൾഡ്. അതായത് കുറച്ചുകൂടെ തിക്കായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന മാറ്റർ വരുന്നതാണ് ബോൾഡ് എന്ന് പറയുന്നത്. അതിനൊരു ഷോർട്ട് കട്ട് കീ ഇവിടെ ഉണ്ട്. കൺട്രോൾ ബി ആണ് ഷോർട്ട് കട്ട് കീ. അതായത് കീബോർഡിലെ കൺട്രോൾ എന്ന കീയും അതുപോലെ ബി എന്ന ലെറ്ററും അതൊരുമിച്ച് പ്രസ് ചെയ്താൽ ഈ പറയുന്ന സെയിം എഫക്റ്റ് നമ്മുടെ ടെക്സ്റ്റിന് ഉണ്ടാവും. കൺട്രോൾ ബി. ഓക്കെ, കണ്ടോ നമുക്ക് ആ ഒരു ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബോൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇറ്റാലിക്സ് എന്ന ഫോർമാറ്റിംഗ് എങ്ങനെ അപ്ലൈ ചെയ്യാം? സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വാക്കാണോ നമ്മൾ ഈ ഒരു ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് മൗസ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ളിൽ ഐ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ ഇതാണ് ഇറ്റാലിക്സ്. അപ്പൊ അതിനും ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. കൺട്രോൾ കീയും ലെറ്റർ ഐയും കീബോർഡിലെ കൺട്രോൾ കീയും ഐയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്താലും ഈ ഒരു സെയിം എഫക്റ്റ് ഉണ്ടാവും. ഇത് കണ്ട ലെറ്റർ ഇങ്ങനെ ഇച്ചിരി ചെറിയതുപോലെ കാണുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് അണ്ടർലൈൻ ആണ്. നമുക്ക് അണ്ടർലൈൻ എന്നുള്ള ഓപ്ഷൻ എങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഫോണ്ട് എന്ന സബ് ടാബിനുള്ളിൽ യു എന്ന ലെറ്റർ ആണ് അണ്ടർലൈനിനെ പ്രതിനിധീകരിക്കുന്നത്. കണ്ടോ നമ്മളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ളിൽ ഒരു അണ്ടർലൈൻ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് റെഡ് അണ്ടർലൈൻ ആ വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് അത് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ഇവിടെ അണ്ടർലൈൻ കളർ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അണ്ടർലൈൻ കളർ ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതുപോലെ ഡബിൾ അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് കൊടുക്കാം. അണ്ടർലൈൻ സ്റ്റൈലാണത്. കണ്ടോ ഡോട്ടഡ് ലൈൻ അണ്ടർലൈനോ ഇനി നമുക്ക് ഏത് മോഡൽ കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇതിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്ട്രൈക്ക് ത്രൂ. ആ ഓപ്ഷന്റെ പ്രത്യേകത നമ്മളിപ്പോൾ മാറ്റർ ടൈപ്പ് ചെയ്തില്ലെങ്കിൽ എഴുതിയതിന് ശേഷം അതിലിങ്ങനെ നമ്മുടെ സെന്ററിലൂടെ നമ്മളിങ്ങനെ വരയ്ക്കത്തില്ലേ, ആ ഒരു സെയിം എഫക്റ്റ് ആണ് സ്ട്രൈക്ക് ത്രൂവിനുള്ളത്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എ ബി സി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ ലെറ്റർ ഫോർമാറ്റ്. അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിന് മുകളിലൂടെ ഇങ്ങനെ ഒറ്റ വര ഇങ്ങനെ വരുന്നതായിരിക്കും. സോ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്ററിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ് സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ വഴി പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡിൽ കൊടുക്കുന്നുള്ളത്. അപ്പൊ നമുക്കറിയാം നോക്കി ഫസ്റ്റ് എന്ന് എഴുതിക്കുന്ന കണ്ടോ ഇപ്പൊ ഈ 6th എന്ന് എഴുതിക്കുന്നത് പോലെ ഇത് കണ്ടോ ഈ 6ന്റെ ഏറ്റവും മുകളിലായിട്ടൊക്കെ തികച്ചു വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇത് എങ്ങനെ വരുത്താൻ നോക്കാം. നോക്കി ഇവിടെ എസ് ടി മാത്രം സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ എസ് ടി അല്ലേ ഏറ്റവും മുകളിൽ വരുന്നത്. സോ അത് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫോണ്ട് സബ് ഗ്രൂപ്പിനുള്ള എക്സ് റൈസ് ടു 2 എന്ന് എഴുതിക്കുന്ന ഈ ഒരു കണ്ടോ നമുക്ക് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നോക്കി ഇങ്ങനെ ഒരു എഫക്റ്റ് അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ മാത്രം ഇപ്പോൾ ഫോർത്ത് ആണെങ്കിൽ TH മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഹോം ടാബിലെ ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ളിൽ ഈ പഠിക്കുന്ന എക്സ് റൈസ് ടു 2 ഇത് കണ്ടോ കഴ്സർ അവിടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ എന്താണ് ആ ഓപ്ഷൻ എന്ന് അവിടെ കാണിക്കും. അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിവിടെ നോക്കേണ്ട സബ്സ്ക്രിപ്റ്റ്. ഇപ്പം നമ്മൾ NH3 എന്ന് പറയുന്നത്
നമുക്ക് കെമിസ്ട്രിയിലൊക്കെ നമുക്ക് അമോണിയയുടെ നെയിമാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ 3 സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സബ്സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് കണ്ടോ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ റിനോമിനേഷനായിട്ട് അത് വരുന്നതായിരിക്കും. ഇതുപോലെ SO2 സൾഫർ ഡൈ ഓക്സൈഡ് നമുക്ക് SO2 കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 നമ്മൾ മാത്രം താഴെ വരാൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫോണ്ട് കളർ എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിൽ ഏതെങ്കിലും ഒരു പോർഷനിലോ ആണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ മാറ്ററിലോ നമുക്ക് ഫോണ്ടിന്റെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ ഭാഗം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ളിൽ ഈ എ എഴുതിക്കുന്ന കണ്ടോ ഇവിടെ കളറായിട്ട് അതാണ് ഫോണ്ട് കളർ. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഒത്തിരി കളേഴ്സ് ഇവിടെ കാണാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഫോണ്ട് സൈസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ഈ ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിൽ ഇത് ഹോം മെനുവിനുള്ളിലാണ് ഈ 20 എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ. ഇതിന്റെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ 72 വരെ ഫോണ്ട് സൈസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് അതിന്റെ മുകളിൽ കഴ്സർ മൂവ് ചെയ്താൽ മതി നമുക്കത് ഏത് ഫോണ്ട് സൈസാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കാണിക്കും. കണ്ടോ ആ ഫോണ്ട് സൈസിനനുസരിച്ച് സൈസ് കൂടി വരും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നോക്കി ആ സൈസ് ഇവിടെ വരുന്നതായിരിക്കും. കണ്ടോ. അതല്ല നമുക്ക് എളുപ്പ രീതിയിൽ വേണമെങ്കിലും മാറ്റാം. നോക്കി ഇതിന് തൊട്ട് താഴെയായിട്ട് 2 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ളതും ഡിക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ളതും. അപ്പോൾ ഇതിനും ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഇൻക്രീസ് ഫോണ്ട് സൈസ് ആണെങ്കിൽ നമ്മൾ കീബോർഡിലെ കൺട്രോളും അതുപോലെ ഗ്രേറ്റർ ദാൻ സിമ്പലും കൊടുക്കുക. അതുപോലെ ഡിക്രീസ് ഫോണ്ട് സൈസ് ആണെങ്കിൽ കൺട്രോളും ലെസ് ദാൻ സിമ്പലും കൊടുക്കുക. ഇത് കണ്ടോ കൺട്രോളും ഗ്രേറ്റർ ദാൻ സിമ്പലും കൊടുത്താൽ നമുക്ക് അതിന്റെ സൈസ് കൂടി വരും. അതുപോലെ കൺട്രോളും ലെസ് ദാൻ അതായത് ഡിക്രീസ് ഫോണ്ട് സൈസ് നമ്മൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും നോക്കി അതിങ്ങനെ അതിന്റെ സൈസ് കൂടിയും കുറഞ്ഞും വരുന്നതായിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്നുള്ളത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് കളർ ഫിൽ ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഒക്കെ നമുക്ക് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം നമ്മൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. സോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ളിൽ ഇത് കണ്ടോ AB എന്ന് എഴുതിക്കുന്ന കണ്ടോ ഇതാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്നതിന്റെ ആ ഒരു സിമ്പല്. നമുക്ക് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഒത്തിരി കളേഴ്സ് ഇവിടെ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണും. അത് ഫിൽ ചെയ്ത് വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ട ഓപ്ഷൻ ചേഞ്ച് കേസ് എന്ന് പറയുന്ന ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് വേർഡിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഈ ചേഞ്ച് കേസ് എന്ന ഓപ്ഷനിൽ നമുക്ക് 4 ഓപ്ഷൻസാണ് ഉള്ളത്. സെന്റൻസ് കേസ്, അതുപോലെ അപ്പർ കേസ്, ലോവർ കേസ്, ടോഗിൾ കേസ് ആൻഡ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നുള്ള 5 ഓപ്ഷൻസ് ആണ്. നമുക്കിത് ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മളിവിടെ ഓൾറെഡി ഇപ്പോൾ മാറ്റർ ടൈപ്പ് ചെയ്തപ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് പോയി. നമുക്ക് അതിനെ ക്യാപിറ്റലിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എ എന്നുള്ള സിമ്പിൾ കണ്ടോ ഈ ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ള ക്യാപിറ്റൽ എയും സ്മോൾ എയും വരുന്നത് അതാണ് ചേഞ്ച് കേസ്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പർ കേസ് കൊടുത്താൽ നോക്കി ആ ലെറ്റേഴ്സ് എൻ്റയർ വേർഡ് അല്ലെങ്കിൽ എൻ്റയർ സെന്റൻസ് അല്ലെങ്കിൽ എൻ്റയർ പാരഗ്രാഫ് അപ്പർ കേസിലേക്ക് മാറും. അതുപോലെ അപ്പർ കേസിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് സ്മോൾ കേസിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതുപോലെ സെലക്ട് ചെയ്തതിനു ശേഷം ലോവർ കേസ് കൊടുത്താൽ അത് മാറി വരും. ഇത് നമുക്ക് നോക്കാനുള്ളത് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആണ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ടൈറ്റിൽ കേസ് എന്നും പറയാം. നമ്മൾ മാറ്ററിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിലോ ഒരു പാരഗ്രാഫിലോ ഓരോ വാക്കിന്റെയും ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരമായിട്ട് ഓട്ടോമാറ്റിക്കലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് സെലക്ട് ചെയ്തതിന് ശേഷം നോക്കിയതിനുള്ളിൽ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് കൊടുത്ത് ഇത് കണ്ടു. ഇപ്പോൾ ഷെയറിംഗ് നോളജ് എന്ന വേർഡിൽ എസും കെയും ക്യാപിറ്റൽ ആയിട്ട് മാറി. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കേണ്ടത് ടോഗിൾ കേസ് ആണ്. മീൻസ് അതിന്റെ പ്രത്യേകത ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആകും, ഇപ്പോൾ സ്മോൾ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആകും. നമുക്ക് നോക്കാം. നോക്കി ഷെയറിംഗ് നോളജിൽ ഇപ്പോൾ നോക്കി ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ടോഗിൾ കേസ് കൊടുക്കുവാണ്. നമുക്കിപ്പോൾ കാണാം എസും കെയും ഇവിടെ എന്തോ ആയിരുന്നു ക്യാപിറ്റൽ ആയിരുന്നു, അത് സ്മോൾ ആയി, ബാക്കി സ്മോൾ ആയിരുന്നത് ക്യാപിറ്റലും ആയി. സോ ഇതാണ് ചേഞ്ച് കേസ് എന്ന ഓപ്ഷൻ കൊണ്ട് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഉപയോഗിക്കുന്ന രീതി. ഓക്കെ, ടെക്സ്റ്റ് നമുക്ക് വേണ്ടത് ക്ലിയർ ഫോർമാറ്റിംഗ് ആണ്. ഈ ക്ലിയർ ഫോർമാറ്റിംഗിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നോക്കി ഞാനൊരു ഫോർമാറ്റിംഗ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഷെയറിംഗ് നോളജ് എന്നുള്ള വേർഡിൽ ഞാനിപ്പോൾ ബോൾഡ് എന്നുള്ള ഒരു ഫോർമാറ്റിംഗ് കൊടുത്തു, ഇറ്റാലിക്സ് കൊടുത്തു, ഒന്ന് കളർ കൊടുത്തു, അതുപോലെ എൻ്റെ ഫോണ്ട് സൈസും ഒന്ന് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിങ്ങും എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് കളയാം. അതിനുള്ള ഓപ്ഷനാണ് ക്ലിയർ ഫോർമാറ്റിംഗ്. നോക്കി ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ളത് കണ്ട ഏറ്റവും കോർണറിലായിട്ട് ഈ എന്നുള്ള ലെറ്റർ ക്ലിയർ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്താൽ നമ്മൾ ഏത് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്താലും അതെല്ലാം മാറി പഴയ ഫോർമാറ്റിലേക്ക് വരും. അതുപോലെ ഒരു കാര്യം കൂടി ഉള്ളു. ഇപ്പം നമുക്ക് നോക്കി ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ബോൾഡ് കൊടുക്കുവാണ്. ഈ ബോൾഡ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിലോ ഒരു പ്രാവശ്യം കൂടി അവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഓപ്ഷൻ മാറും. സോ
ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ളിൽ നമ്മൾ ഏത് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്താലും അത് നെക്സ്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമാറ്റിംഗ് അവിടെ നിന്ന് മാറുന്നതായിരിക്കും. ഓക്കെ, നോക്കി നമുക്ക് നോക്കാം. ഇവിടെ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അണ്ടർലൈൻ വേണ്ട, അപ്പം നമുക്ക് അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ടോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് കണ്ടോ, നമുക്ക് ആ ഒരു ഓപ്ഷന് ചുറ്റും ഒരു നീല കളർ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡിന് ഒരു ഫോർമാറ്റിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമുക്കത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോർമാറ്റിംഗ് അവിടെ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഓപ്ഷൻ ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് വേർഡിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഓക്കെ, ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ എവിടെയാണ് ഉള്ളത്? ഹോം മെനുവിൽ ക്ലിപ്പ് ബോർഡ് എന്ന സബ് ഗ്രൂപ്പിനുള്ളിലാണ് ഫോർമാറ്റ് പെയിന്റർ ഉള്ളത്. സോ ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് സ്റ്റൈൽ ക്വിക്കായിട്ട് അപ്ലൈ ചെയ്യാനാണ് ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിക്കുന്നത്. സ്റ്റൈൽസ് ക്വിക്കായിട്ട് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇപ്പം നോക്കി ഞാനിവിടെ ഒരു 4 ഹെഡിങ്ങും അതിൻ്റെ ഒരു സബ് ഹെഡിങ്ങും കുറച്ച് കാര്യങ്ങളും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഒരു പേജിൽ മാത്രമാണ്. നിങ്ങളിപ്പോൾ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പേജ് അല്ലെങ്കിൽ ഒരു 5 പേജിൽ നമുക്ക് ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ ഓരോ ഹെഡിങ്സിനും നമുക്കൊരു ഹെഡിങ് സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. ഒരു ഹെഡിങ്ങിന് കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ ബാക്കിയുള്ള എൻ്റയർ ഹെഡിങ്സിനും വരണം. അപ്പോൾ നമുക്കിവിടെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ നമുക്ക് ഫോർമാറ്റ് പെയിന്റർ എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം. ഞാനൊക്കെ നോക്കി ഇവിടെ ഹോം ടാബ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ബോൾഡ് കൊടുത്തു, ദെൻ ഇറ്റാലിക്സ് ഒരു ഫോർമാറ്റിംഗ് കൊടുത്തു, ഒന്ന് കളർ ചേഞ്ച് ചെയ്തു, അതുപോലെ അതിൻ്റെ ഹെഡിങ്സും ഒന്ന് മാറ്റി, അതിൻ്റെ സൈസും ഒന്ന് മാറ്റി. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഹോം ടാബ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹെഡിങ്ങിന് അപ്ലൈ ചെയ്തു. ഈ ഒരു സ്റ്റൈല് പെട്ടെന്ന് ബാക്കിയുള്ള എല്ലാ ഹെഡിങ്സിനും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ ബോൾഡ്, ഇറ്റാലിക്സ്, സൈസ് കൂട്ടിയത്, അതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തത്, 4 കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ക്ലിപ്പ് ബോർഡിലെ ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളെ കഴ്സർ ഇപ്പോൾ ഇങ്ങനെ പെയിന്റിന്റെ പെയിന്റ് ബ്രഷ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് എവിടെ വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ളത്? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി. ഇത് കണ്ടോ, അവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഫോർമാറ്റിങ്ങും ഒരുമിച്ച് അപ്ലൈ ചെയ്ത് വരുന്നതായിരിക്കും. കണ്ടോ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഫോർമാറ്റ് പെയിന്റർ എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റൈൽസ്, ദ എൻ്റയർ സ്റ്റൈൽസ് എത്ര എണ്ണമുണ്ടോ ആ എത്രയും സ്റ്റൈല് ഒരു വേർഡിനോ ഒരു സെന്റൻസിനോ ഒരു പാരഗ്രാഫിനോ അപ്ലൈ ചെയ്തിരുന്നാൽ അത് ക്വിക്കായിട്ട് മറ്റ് പേജുകളിലേക്കും കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ നമ്മൾ വേർഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പ്, അതുപോലെ അതായത് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാം, അത് കൂടാതെ ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ നമ്മൾ വേർഡിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓഫീസ് യൂസിന് നമുക്ക് വേർഡ് ഉപയോഗിക്കുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ ആദ്യമായി പഠിക്കുന്നവർക്കാണെങ്കിലും ലാബിലൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനും ഈ ഫോർമാറ്റിംഗ്, നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് വരുന്നതാണ്. സോ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ടോപ്പിക്കാണിത്. സോ നമുക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അതുപോലെ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എങ്ങനെയാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിക്കാം. സോ അടുത്ത ക്ലാസ്സിൽ കാണാം.